ിലെ രക്ഷാദൌത്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ദൌത്യസംഘം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ദൌത്യം അവസാനിപ്പിച്ചു. ഇന്നത്തെ തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അങ്ങനെ ഈശ്വർ മാൽപേയും ഇന്നത്തെ ദൌത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് മുന്നിലേക്കുള്ള കാര്യങ്ങൾ? പ്രവിത, ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ വിഷയം കൃത്യമായി പറഞ്ഞതാണ്. അതായത് പ്രതീക്ഷയറ്റ് നിൽക്കുകയാണ് മൽപേ സംഘം എന്നുള്ളത്. ഈശ്വർ മൽപേയുടെ സംഘം ഇന്നലെയും ഇന്നുമായി നടത്തിയ തിരച്ചിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്നുള്ള കാര്യം ഇന്ന് ഉച്ചയോടുകൂടി നമ്മൾ നൽകിയതാണ്. അവർ പ്രതീക്ഷയറ്റ അവസ്ഥയിലുമാണ് എന്ന് നൽകി. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈശ്വർ മൽപേ സംഘം കരയിലേക്ക് വന്നിരിക്കുന്നു. അവർ അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഭാഗികമായി ഇപ്പോൾ പറയാം. ആ രീതിയിൽ അവരുടെ എക്യുപ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കരയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഇനി മുന്നോട്ട്, അതായത് ഇന്ന് ബാക്കിയുള്ള സമയത്തും നാളെയും ഒക്കെ തന്നെ തെരച്ചിൽ വേണോ തുടരണോ എന്നുള്ള കാര്യത്തിൽ ജില്ലാ ഭരണകൂടമാണ് ഇനി ഒരു അന്തിമ തീരുമാനം എടുക്കാൻ പോകുന്നത്. ജില്ലാ കളക്ടർ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഈ യോഗം ചേർന്ന് നമ്മുടെ മന്ത്രിമാരടക്കമുള്ളവരുമായി, ജനപ്രതിനിധികളുമായി, ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്ന ശേഷം ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വാർത്ത കൂടി നമുക്ക് കൊടുക്കാം. ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു. ഷിരൂർ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ പ്രഖ്യാപനം ഒരു പക്ഷേ ജില്ലാ കളക്ടറുടെ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ വന്നേക്കും. അതായത് അല്പസമയം മുമ്പ് AKM അഷറഫ് MLA, മഞ്ചേശ്വരം MLA മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരച്ചിലെല്ലാം വിഫലമായി മാറുകയാണ്. ഷിരൂർ ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ മാൽപേ സംഘം വന്നിരുന്നു. അവരുടെ തെരച്ചിലും ഒന്നും കണ്ടെത്താനായില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തെരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല. നേവിയുടെ ഉദ്യോഗസ്ഥരും ഇത് തന്നെയാണ് പറയുന്നത്. അതിനാൽ ഇനിയൊരു പ്ലാൻ B വേണം. അതെന്ത് എന്ന കാര്യം സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. അത് കേരള മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും ചേർന്ന് തീരുമാനമെടുക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഒറ്റക്കാര്യം കൃത്യമായി പറയാം പ്രവിത, അതായത് എക്സിറ്റ് പ്ലാൻ നടപ്പാക്കി തുടങ്ങുന്നു കർണാടകം. ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഈ രക്ഷാ ദൗത്യം, ഈ പരിശോധന അത് നിർത്താൻ ഒരുങ്ങുന്നു കർണാടകം. അത് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അവരവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു എന്നവർ പലവട്ടം പറഞ്ഞു. നമ്മുടെ ജനപ്രതിനിധികൾ ഇവിടെ എത്തി അവരെ കൊണ്ട് കഴിയുന്നത്ര സമ്മർദ്ദം ചൊലുത്തി നോക്കുകയും ചെയ്തു. പക്ഷേ ഇതിനെല്ലാം ഒടുവിൽ ഈശ്വർ മാൽപേ ഇന്നലെയും ഇന്ന് ഈ നിമിഷം വരെയും അവിടെ രക്ഷാദൗത്യത്തിൽ പങ്കാളിയായി, അവിടെ ഡൈവ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിനും യാതൊന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈശ്വർ മാൽപേ ടീം ഇപ്പോൾ കരയിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു പക്ഷേ അല്പസമയത്തിനകം ഈ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണും, അല്പസമയത്തിനകം കാണുമെന്നവർ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഈ ദൗത്യം അവസാനിപ്പിക്കുന്നത്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയധികം മനുഷ്യശേഷി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ദൗത്യം അതൊരു പക്ഷേ താൽക്കാലികമായി നിർത്താൻ പോകുന്നു എന്നുള്ളത് വേണം നമ്മൾ കരുതേണ്ടത്. കാരണം ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ ഈ അടിയൊഴുക്കടക്കം കുറഞ്ഞ ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ ദൗത്യം പുനരാരംഭിക്കാൻ പോകുന്നത്. അതായിരിക്കും കളക്ടർ പ്രഖ്യാപിക്കാനിരിക്കുന്നതെന്നും കരുതുന്നു. അല്പസമയത്തിനകം കളക്ടറുടെ വാർത്താ സമ്മേളനം തുടങ്ങും. വലിയ പ്രതീക്ഷയോടെ